സാറേ സാറേ, അയ്യോ സാർ അറിഞ്ഞില്ലയോ? ആ പൈലി മാപ്പിള ചത്ത് കായലിൽ കിടക്കുന്നു. ഞാനങ്ങോട്ട് ഓടി പോകുമ്പോഴാ ഇവിടെ വാതിൽ തുറന്ന് കിടക്കുന്ന കണ്ടേ. വെള്ളം ഒടിച്ചോണ്ട് കായലിൽ ഇറങ്ങി കാണും മേളിക്കാൻ. കാറ്റും പെശറും ഒന്നും ഓർത്ത് കാണത്തില്ല. വെളുപ്പിനെ ഇറങ്ങിയ വലക്കാരടുത്ത് കരക്കിട്ടത്. എവിടുന്നാ എടുത്തേ? കായലിൽ നിന്നോ കടലിൽ നിന്നോ? കായലിൽ നിന്ന്. അല്ലേ വരുന്നില്ലയോ? എന്തിന്? ഇത്രയും വലിയ അടുപ്പക്കാരായിട്ട്. അടുപ്പം? എന്തടുപ്പം? പൈലി മാപ്പിളയും നമ്മളും തമ്മില്. നമ്മളെന്ന് പറഞ്ഞ ആരാ? ഞാനോ നിങ്ങളോ? സാറ്. അല്ലാതിപ്പോ ഞാനുമായിട്ട് അങ്ങേർക്ക് എന്താ ഇത്ര അടുപ്പം? ഒന്നുമില്ലേ? ഇല്ല. വല്ലതും ഒക്കെ ആരെങ്കിലും സാറിനോട് പറഞ്ഞെന്ന് കാണും. എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നു, എനിക്കുള്ളതിനേക്കാൾ കൂടുതൽ അടുപ്പം ആ ചത്ത മനുഷ്യനോട് നിങ്ങൾക്കുണ്ടായിരുന്നു. എന്താ ഒന്നും മിണ്ടാത്തത്? ശങ്കരികളമ്മേ, ഒരു ദിവസം വീട്ടിലാരും ഇല്ലായിരുന്നപ്പോ ഞാൻ ഓടിക്കേറി വന്നു. ദാ ഇവിടെയാ ഞാൻ നിന്നിരുന്നത്. അപ്പൊ നിങ്ങളും ഇന്നലെ കായൽ വീണ് ചത്ത മനുഷ്യനും കൂടി. എന്നിട്ടിപ്പൊ നിങ്ങൾ പറയുന്നു നിങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ലെന്ന്. ഈ വിളി കേട്ട കാലം മറന്നു. എന്നാലും വേണ്ട, ഇനി അങ്ങനെ വിളിക്കണ്ട. പ്രത്യേകിച്ചും നിങ്ങൾ എന്നെ മകനെ എന്ന് വിളിക്കാൻ പാടില്ല. എന്താ കുഞ്ഞേ നീ അങ്ങനെ പറയുന്നേ? എനിക്ക് അമ്മയും അച്ഛനും ഇല്ലാതാക്കിയ സ്ത്രീയാണ് നിങ്ങൾ. നിങ്ങൾ കാരണം ഈ നാട്ടിലേക്ക് ഞാൻ വീണ്ടും വന്നത്. ജീവിതത്തെ ഒരു വൃത്തികെട്ട മോഹത്തിലേക്ക് പിടിച്ചു കെട്ടിയവരാ നിങ്ങൾ. എന്നാലും എന്റെ മോനെ, നീ ഇത്രയും നാളെ എവിടെയായിരുന്നു? ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ആരും നിങ്ങളോട് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിങ്ങനെ വേണമായിരുന്നില്ല. ഒരു കാര്യം, നാളെ വൈകുന്നേരം വരെ നമ്മൾ തമ്മിൽ കണ്ട കാര്യം ആരോടും പറയാൻ പാടില്ല. നാളെ വൈകുന്നേരം കഴിഞ്ഞ് ആരോടും എന്ത് വേണമെങ്കിലും പറയാം. നാളെ ഞാൻ പോകും. എങ്ങോട്ടാ കുഞ്ഞേ? ചോദ്യങ്ങൾ പാടില്ല. ശങ്കരികളെ നിൽക്കാൻ. അപ്പച്ചമ്മാപ്പിള എവിടെ പോയിട്ടാ? സിമിത്തേരിയെന്ന്. പൈലി കുഞ്ഞിന്റെ അടക്കം കഴിഞ്ഞിട്ട് വരുന്നു. എന്താ തൃപ്തിയായില്ലേ വാസുവിന്റെ മോനെ? വാസുവിന്റെ മോനെ എന്ന് വിളിച്ചത് ശരിയായില്ലെങ്കിൽ കമലാക്ഷിയുടെ മോനെ എന്ന് വിളിക്കാം. ആദ്യം വന്നു കയറിയപ്പോ തന്നെ നീ വിശ്വനാഥനാണെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. മതിയാക്ക് കുഞ്ഞെ എന്നോടുള്ള ഒളിച്ചുകളി. നിങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാനത് മനസ്സിലായി കഴിഞ്ഞു. ഒരാളുടെ ജീവൻ കൊണ്ട് തൃപ്തിയായോ? ഞാനും കൂടി കൊണ്ട് കുഞ്ഞെ ഈ കിളവനും. ഞാൻ ആരുടെയും ജീവൻ എടുത്തിട്ടില്ല. പിന്നെ പൈലി കുഞ്ഞ് ചത്തത്? എന്റെ കുഞ്ഞ് ചത്തത് നിന്റെ കൈകൊണ്ട അല്ല. എനിക്ക് അയാളെ കൊല്ലണമെന്നുണ്ടായിരുന്നു. അഴിമുഖത്തേക്ക് വലിച്ചെറിയാൻ ആ പൈലിയെ ഞാൻ കായലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. പക്ഷേ എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റി. കാറ്റും മഴയും എന്നെ തോൽപ്പിച്ചു. അപ്പോ ആ വള്ളം മറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് സന്തോഷിക്കാമായിരുന്നു. ഇനി അത് പറഞ്ഞിട്ട് പ്രയോജനമില്ല. വരുമ്പോ എന്റെ മനസ്സിൽ എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അതനുസരിച്ച് ഞാൻ കരുനീക്കി. പക്ഷേ എല്ലായിടത്തും ഞാൻ തോറ്റു. പൈലിയെയും മകളെയും നശിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പൈലി എനിക്ക് നഷ്ടപ്പെട്ടു. അയാളുടെ മകളെ പിഴപ്പിക്കാൻ എനിക്ക് സാധിച്ചു. പിഴപ്പിക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. അവളെ നശിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞങ്ങൾ നാളെ താമസം മാറ്റുക. അപ്പച്ചമ്മാപ്പിള എങ്ങോട്ടാ പോണേ? എനിക്ക് അറിഞ്ഞുകൂടാ കുഞ്ഞെ. ഇന്നലെ മുതൽ ഞാനും ആ ചോദ്യം എന്നോട് തന്നെ ചോദിക്കുകയായിരുന്നു. ഒരു പിടിയും കിട്ടുന്നില്ല. എന്തിനാ പോകുന്നതെന്ന് അറിഞ്ഞാലല്ലേ എവിടേക്കാ പോകുന്നതെന്ന് പറയാനൊക്കെ. ഞങ്ങൾക്ക് എവിടെ പോയാലെന്താ? പൈലിയില്ല, താറാവുമില്ല. നീ പഴപ്പിച്ച ഈ പെണ്ണുമുണ്ട്, വയസ്സായ ഞാനുമുണ്ട്. ഞങ്ങൾക്ക് എവിടെ പോയാലെന്താ? അപ്പച്ചമ്മാപ്പിള
ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. അമ്മിണിയെ ഞാൻ സംരക്ഷിച്ചോളാം. സഹായിക്കലാണോ? അല്ല, എന്റെ മനസ്സിന് സമാധാനം കിട്ടാൻ അത്രയെങ്കിലും ഞാൻ ചെയ്യണം. അതുകൊണ്ടാ. സമാധാനം? തെറ്റ് ചെയ്തവൻ എവിടെ നിന്ന് സമാധാനം കിട്ടാൻ? എന്റെ കൂടെ മോളെ പറഞ്ഞയക്കാൻ ഒരുപക്ഷെ ധൈര്യമില്ലായിരിക്കും. അങ്ങനെയൊന്നുമില്ല. എനിക്കൊന്നും പറയാനില്ല. അമ്മിണി തീരുമാനിക്കട്ടെ. അവൾക്കല്ലേ നിന്നെ കൂടുതൽ അറിയാവും. അവൾ എന്ത് തീരുമാനിക്കുന്നു അതുപോലെ ചെയ്യാം. അമ്മിണി, ആലോചിച്ച് ഒരു തീരുമാനം എടുത്താൽ മതി. ഞാൻ എല്ലാം ആലോചിച്ചു കഴിഞ്ഞു. ഞാൻ പൈലിയുടെ മകളാണ്. എന്റെ 10 പേര് നിങ്ങളുടെ കൂടെ താമസിക്കാൻ. അമ്മിണി, ഇന്നലെയാണ് നിങ്ങളിത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ കൂടെ ഇറങ്ങി വരുമായിരുന്നു. ഇന്നലെ വല്യപ്പച്ചൻ എന്ന് പറഞ്ഞപ്പോഴാ നിങ്ങൾ എന്നോടും എന്റെ അപ്പച്ചനോടും കാണിച്ച അടുപ്പം എന്തിനായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. എന്റെ അപ്പച്ചൻ അത് മനസ്സിലാക്കിയില്ല. മനസ്സിലാക്കിയിരുന്നെങ്കിൽ. അമ്മിണി, അമ്മിണി മോളെ, വാ നമുക്ക് പോവാം.